ജർമ്മൻസിനെ കീഴ്പ്പെടുത്താൻ ആകെ ഒരു ആയുധം നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ വർക്ക് എക്സ്പീരിയൻസോ നമ്മുടെ സ്കില്ലോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മുടെ ലാംഗ്വേജ്. ഈ ഒരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യവും സെറ്റാണ്. അപ്പോൾ ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അൽഫോൻസ. ഞാൻ 4 years of BSc നഴ്സിംഗ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നേഴ്സാണ്. കറൻ്റ്ലി ജസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ജർമ്മൻ ലാംഗ്വേജും പാസ്സായി. സോ എൻ്റെ ഇന്നത്തെ വീഡിയോയും ഇത് റിലേറ്റഡ് ആട്ടോ. ജർമ്മനി എന്ന് പറഞ്ഞൊരു കൺട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ പീക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കൺട്രി അല്ലേ. സ്റ്റിൽ എന്തുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പേര് ചൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ചൂസ് ചെയ്യുന്നില്ല. അതെന്ന് പറഞ്ഞാൽ ഈ ലാംഗ്വേജിന്റെ എക്സാം പാസ്സാവാൻ ഭയങ്കര ടഫാണ്. ഈവൻ അത് ഗോത്തെ ആണെങ്കിലും ടെൽക്ക് ആണെങ്കിലും പാസ്സാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. സോ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈ ഒരു വലിയ കടമ്പ കടന്നു, എങ്ങനെ അതിനുവേണ്ടി ഞാൻ എന്തെല്ലാം ചൂസ് ചെയ്തു. ഓഫ് കോഴ്സ് യെസ്, ദൈവാനുഗ്രഹമാണ് ഒന്നാമത്തെ. എത്ര വലിയ കഴിവുള്ളവനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ്. എന്നെക്കാളും നല്ല കഴിവുള്ളവര് 3-4 വട്ടം എക്സാം എഴുതുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ മെയിൻ ഘടകം ദൈവാനുഗ്രഹം. രണ്ടാമത്തെ ഘടകം, ഈ ഒരു എക്സാം പാസ്സാവാൻ വേണ്ടി ഞാൻ ഏതൊക്കെ മെത്തേഡ്സ് ചൂസ് ചെയ്തു, എല്ലാവരും ഫോളോ ചെയ്യുന്ന അതേ പാത്താണോ ഇതാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ച മാത്രമാണോ ഞാൻ ഫോളോ ചെയ്ത്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വളരെ ബ്രീഫായിട്ട് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കോമെന്റ് സെക്ഷനിൽ ചോദിച്ചോ, അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ ടെൽക്ക് കമ്പൈൻഡ് എക്സാം ആണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം നമുക്ക് 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് സ്ട്രിഫ്ലിഷ്യൻ, 2 മ്യൂൺഗ്ലിഷ്യൻ. സ്ട്രിഫ്ലിഷ്യൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലേസൺ, ഹ്യോറൻ, ഷൈബൻ ഈ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഈ 3 കമ്പൈൻഡ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഫെയിൽ ആയാൽ നമ്മൾ 3 കൂടെ വേണം റീറൈറ്റ് ചെയ്യാൻ. പിന്നെ മ്യൂൺഗ്ലിഷ്യയിൽ സ്പ്രെഹൻ മാത്രമാണ് ഉള്ളത്. സോ സ്പ്രെഹൻ പാസ്സായി കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. ബാക്കി 3 നമുക്ക് കമ്പൈൻഡ് ആയിട്ട് മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇതെല്ലാം കൂടെ ഒറ്റ സെറ്റായിട്ട് ഫുൾ മൊഡ്യൂൾ ആയിട്ടാണ് എക്സാം എഴുതിയത്. സോ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ലേസൺ. നമുക്ക് ഈ ഒരു ടെൽക്കിന് വേണ്ടി പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ലേസൺ ആണ്. മെയിൻലി നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അത് ഫുള്ള് പഠിച്ചെടുത്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഓഫ് കോഴ്സ് യെസ്, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്ത ഒരാൾക്കെന്ന് പറഞ്ഞാൽ അവർക്ക് സിമ്പിൾ ആയിരിക്കും. കുറച്ചുകൂടെ വേറെ ക്വസ്റ്റ്യൻസ് വന്നാലും വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഈസി ആയിരിക്കും. ഈ ലേസൺ കാരണമാണ്, ഈ ലേസൺ മര്യാദയ്ക്ക് പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ മെയിൻ ആയിട്ടും ഫെയിൽ ആവുന്നത്. ഞാൻ ഈ ലേസൺ സിമ്പിൾ ആയിട്ട്, ഞാൻ ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്നതല്ല. എന്നെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് ഇരുന്ന് പഠിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തില്ല. പക്ഷെ എനിക്ക് ഈ ലേസൺ എന്ന് പറഞ്ഞ സാധനം പക്കയായിരുന്നു, അത്രമേ പക്കയായിരുന്നു. എവിടുന്ന് ചോദിച്ചാലും എനിക്ക് അത്രയ്ക്ക് അച്ചട്ടായിരുന്നു. അതെങ്ങനെയാ, നിങ്ങൾ എങ്ങനെയാ അത് ഫോളോ ചെയ്യുന്നതെന്ന് പറയുവാണെങ്കിൽ എന്റെ മെത്തേഡ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ലേസൺ ആണ് നമുക്ക് മെയിൻ ആയിട്ടും വരേണ്ടത്. ഒരു മജോറിറ്റി ഓഫ് നമ്മുടെ മാർക്ക് ഇരിക്കുന്നതും ഈ ലേസിനകത്താണ്. ലേസിന് നല്ല മാർക്ക് ഉണ്ടെന്ന് കരുതിയാൽ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് അത് എക്സാമിന് പാസ്സാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഒരു 70%, ആ ഒരു 60% മെയിൻ ആയിട്ട് ഇരിക്കുന്നത് ഈ ലേസിനകത്താട്ടോ. അടുത്തതാണ് ഷ്രൈബൻ. മെയിൻ ആയിട്ടും നമ്മുടെ പ്രൂഫേഴ്സിന് അറിയാം നമ്മൾക്ക് ഈ ലേസനും ഹ്യോറനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓൾമോസ്റ്റ് വരിക. അതിന്റെ ബേസിസിൽ, അത് പഠിച്ചതിന്റെ ബേസിലാണ് ഈ കൊച്ചു പാസ്സാവുന്നതെന്ന് അറിയാം. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് എഴുതണ്ടേന്ന് പറഞ്ഞാൽ ഈ ഷ്രൈബൻ ആണ്. ഷ്രൈബൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും 2 ടൈപ്സ് ഉണ്ട്. ഇൻഫോമാക്സിയോണും ഉണ്ട്, ബെഷ്വേഡ ഉണ്ട്. ഞാൻ എഴുതിയതിന്റെ ബേസിസിൽ ബെഷ്വേഡയാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നത്. കാരണം എല്ലാവർക്കും ഉള്ള കഴിവാണല്ലോ ഒരു സാധനത്തെ പറ്റി കുറ്റം പറയാനുള്ള കഴിവ്. സോ കുറ്റം പറയാനായിരിക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. ഇത് നമുക്ക് മൊത്തത്തിൽ 150 വേർഡ്സ് ആണ് നമുക്ക് എഴുതേണ്ടത്. ഈ 150 വേർഡ്സിൽ നമ്മളൊരു 100 ഒരു ബിലോ 100 നമ്മൾ റെഡേമിറ്റൽ ഉണ്ടാക്കണം. ഈ റെഡേമിറ്റൽ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ട് വരുന്ന സാധനം എല്ലാത്തിനും എഴുതാൻ പറ്റുന്ന ഒരു റെഡേമിറ്റൽ ഉണ്ടാക്കണം. റെഡേമിറ്റൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാത്തിനും ഭയങ്കര സ്നേഹമാണല്ലോ. അടുത്തിരിക്കുന്ന കൂട്ടുകാരന് നീയും കൂടെ സെയിം റെഡേമിറ്റൽ ഉണ്ടാക്കി സെയിം എക്സാം സെന്ററിൽ പോയി എക്സാം എഴുതിയാൽ നിങ്ങൾ രണ്ടുപേരും ഉറപ്പായിട്ടും പൊട്ടു എന്നുള്ള കാര്യം ഉറപ്പാണ്.
കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഷ്രൈബൻ എഴുതുമ്പോൾ നമ്മളും ആ എക്സാം ഹോളിലുള്ള വേറെ ആരും തമ്മിൽ ഒരു 60% എബോ സിമിലാരിറ്റി വന്നാൽ നമ്മൾ അതിൽ ഫെയിൽ ആയെന്നാണ് അർത്ഥം. നിങ്ങളുടെ കഷ്ടകാലത്തിനേലും വേറെ എവിടെയെങ്കിലും പോയി റെഡൈമിച്ചിൽ എടുക്കുമ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. നല്ല എഫേർട്ട് ഇട്ട് സ്വന്തമായിട്ട് ഒരു റെഡൈമിച്ചിൽ ഉണ്ടാക്കുക, അത് നമ്മുടെ ടീച്ചേഴ്സിനെ കാണിച്ച് കറക്റ്റ് ചെയ്ത് ആക്കുന്നതാണ് ബെസ്റ്റ് മെത്തേഡ്. പിന്നെ നമ്മുടെ ടൈമിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വെറും 30 മിനിറ്റ്സ് ആണുള്ളൂ. ഈ 30 മിനിറ്റ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് ചൂസ് ചെയ്ത് റെഡൈമിച്ചിലും എഴുതി ആൻസർ എഴുതണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എപ്പോഴും ഡോയിഷ് കീബോർഡ് കിട്ടത്തില്ല. ഡോയിഷ് കീബോർഡ് കിട്ടിയെങ്കിൽ പോലും ചിലവർക്ക് സിസ്റ്റം ഭയങ്കര എറർ ഉള്ളത് കൊണ്ട് എഴുതി തീർക്കാൻ പറ്റത്തില്ല. അത് ഞാനൊരു സിമ്പിൾ ടിപ്പും കൂടെ പറഞ്ഞുതരാം. ഞാൻ ഏറ്റവും ആദ്യമേ റെഡൈമിച്ചിൽ ഒരു 8 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയ 10 മിനിറ്റിനുള്ളിൽ റെഡൈമിച്ചിൽ എഴുതിയിട്ട് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഓരോ വാക്കും എഴുതിയിട്ട് അത് തെറ്റാണോ എന്ന് നോക്കാൻ പോവരുത്. ഫുൾ റെഡൈമിച്ചിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാക്സിമം പോയ 1 മിനിറ്റ് മതി ഇത് ഫുള്ള് വായിച്ച് കറക്റ്റ് ചെയ്യാൻ. അങ്ങനെ കറക്റ്റ് ചെയ്യാൻ മാത്രമേ നിങ്ങൾ നിൽക്കാവുള്ളൂ. പിന്നെ എനിക്ക് വന്നൊരു പണി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഡോയിഷ് കീബോർഡ് അല്ലായിരുന്നു, ഇംഗ്ലീഷ് കീബോർഡ് ആയിരുന്നു. ഉംലോട്ട് ലെറ്റേഴ്സ് മാത്രം നമുക്ക് എവിടെ കാണും? മോണിറ്ററിൽ കാണും. ഓരോന്നും ക്ലിക്ക് ചെയ്യുക, പിന്നെ കേഴ്സർ കൊണ്ടേ ടൈപ്പ് ചെയ്യുന്നിടത്ത് വെക്കുക, ഇരട്ടി പണിയായിരുന്നു. ഇത് സിമ്പിൾ ആയിട്ട് ഒന്നേ ചെയ്തുള്ളൂ. ഞാൻ ഫുൾ ഇംഗ്ലീഷിൽ എഴുതി എന്നിട്ട് വായിച്ചിട്ട് ഉംലോട്ടുള്ളത് മാത്രം ഇതാക്കി, റെഡൈമിച്ചിലിന്റെ കാര്യം മാത്രം. ബാക്കി എഴുതിയത് ഫുള്ള് ഓൾറെഡി കറക്റ്റ് വേർഡ്സ് എഴുതിയിട്ടാണ് ഞാൻ തീർത്തത്. ഇനി നെക്സ്റ്റ് വൺ, അത് കഴിഞ്ഞു. നമ്മുടെ ശ്രിഫ്ലിഷ് കഴിഞ്ഞു. മ്യൂൺലിഷയ്ക്ക് സ്പീക്കിംഗ് ഇല്ലാണ്ട് ഒന്നും പറ്റത്തില്ല മോനെ. നിനക്ക് ജർമ്മൻ അറിയണമെങ്കിൽ നിനക്ക് സ്പീക്ക് ചെയ്യാൻ, ഓഫ് കോഴ്സ് നിനക്ക് സ്പീക്ക് ചെയ്യാൻ അറിയായിരിക്കും. നിനക്ക് സംസാരിക്കാതെ അവിടെ പോയിട്ട് ഒന്നും ചെയ്യത്തില്ല. ഈവൻ ഇംഗ്ലീഷ് അറിയാവുന്നവർ പോലും ആണെങ്കിലും അവർ ചത്താലും ജർമ്മനിലേ സംസാരിക്കത്തുള്ളൂ. അപ്പം A1 to B2 നീ പഠിച്ചിട്ട് നിനക്ക് സ്പീക്കിംഗ് അറിയത്തില്ലേ, നീ പഠിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാം? സിനിമ കണ്ടതുകൊണ്ടോ വീഡിയോ കണ്ടതുകൊണ്ടോ കുറെ വൊക്കാബ്സ് ബൈഹാർട്ട് ചെയ്തതുകൊണ്ടോ ഒരിക്കലും നിന്റെ സ്പീക്കിംഗ് ഇംപ്രൂവ് അല്ല. ഇംഗ്ലീഷിൽ പറയുന്ന പോലെ തന്നെ ജർമ്മൻ സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ജർമ്മൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ സ്പീക്കിംഗ്. സോ ബെസ്റ്റ് ചോയ്സ് പറയാം, നമ്മളൊരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കാം. നമ്മുടെ ഫ്രണ്ട്, ഓഫ് കോഴ്സ് നമ്മുടെ ഒപ്പം പഠിക്കുന്ന ഒരാളായിട്ട് നമ്മൾ ഭയങ്കര കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും. ആ ചങ്ക് ഫ്രണ്ടുമായിട്ട് നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫുള്ള് ജർമ്മനിലാണെങ്കിൽ ഉറപ്പിച്ചോ 1 മാസം കൊണ്ട് നിന്റെ ജർമ്മൻ സ്പീക്കിംഗ് ലെവലേ മാറും. വേറൊരു കാര്യം, നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഈസി ജർമ്മൻ ഒക്കെ ഉണ്ടല്ലോ യൂട്യൂബില്. അവരുടെ ആ ഔസ്പ്രാഹ കേട്ടിട്ടുണ്ടോ? അവർ പറയുന്ന ട്യൂൺ, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ജർമ്മൻസ് കുറച്ചധികം നമ്മുടെ ട്യൂണിലും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനും യാ നാ അങ്ങനത്തെ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സിമ്പിളായിട്ട് പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ അവർക്ക് എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെയാണ്. സോ അവരുടെ ആ ഒരു പാത്തും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ അവർക്ക് നമ്മളെ പെട്ടെന്ന് പിടിക്കും. നമുക്ക് ജർമ്മൻസിനെ കീഴ്പ്പെടുത്താൻ ആകെ ഒരു ആയുധം നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ വർക്ക് എക്സ്പീരിയൻസോ നമ്മുടെ സ്കില്ലോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മുടെ ലാംഗ്വേജ്. ഈ ഒരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യവും സെറ്റാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത്രയും ഫോളോ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ എക്സാം പാസ്സായത്. സോ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ചോദിച്ചോളൂ. ഓഫ് കോഴ്സ് യെസ്, ഞാൻ അതൊരു അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ, ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.